സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ കളിയാക്കാനോ ഞങ്ങൾക്ക് ലേശം താല്പര്യമില്ല, അശേഷം താല്പര്യമില്ല. പക്ഷെ ഓരോന്നും വരുന്നത് കാണുമ്പോൾ പറയാണ്ടിരിക്കാനും വയ്യ. ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഓരോരോ മണ്ടത്തരങ്ങൾ അയാൾക്ക് തന്നെ പാരയാവുകയാണ് സുരേഷ് ഗോപി. ചില ഗുണം കിട്ടാൻ വേണ്ടി ഓരോന്നും ചെയ്യാതെ അവസാനം ദോഷമായിട്ട് മാറുന്ന അവസ്ഥയാണ്. എന്താണ് സംഭവം? ഇതായിപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നു, അദ്ദേഹം തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു. മകളുടെ കല്യാണം തൃശ്ശൂർ ഗുരുവായൂരിൽ കൊണ്ടുവച്ചു മാമാങ്കമായിട്ട് നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ആശീർവദിച്ച് നടത്തി കൊടുത്ത കല്യാണം, വലിയ VIP-കളെല്ലാം പങ്കെടുത്ത കല്യാണം. തിരുവനന്തപുരത്ത് ക്ഷേത്രങ്ങളോ നല്ല ക്ഷേത്രങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, തിരുവനന്തപുരത്തുകാരനായ വർഷങ്ങളായിട്ട് സുരേഷ് ഗോപി മകളുടെ കല്യാണം ഗുരുവായൂർ കൊണ്ടുവച്ചത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് അദ്ദേഹം കളിച്ചു. തൃശ്ശൂർ അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് അവിടെ അതിനു വേണ്ടി ചില പൊളിറ്റിക്സ് കളിച്ചു. കുറ്റം പറയരുത്, ഒരു പിതാവിൻ്റെ ആഗ്രഹമാണ് മകളുടെ കല്യാണം അവിടെ വെക്കുമ്പോൾ എനിക്കതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടം കൂടി ഉണ്ടാവണം. അപ്പം അങ്ങനെ എല്ലാ സമുദായക്കാരെയും പിടിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു പണിയാണ് തൃശ്ശൂരെ ലൂർദ് മാതാ പള്ളിയിൽ ലൂർദ് മാതാവിന് പൊൻകിരീടം സമർപ്പിച്ചു. ഈ സമർപ്പിച്ച പൊൻകിരീടം എങ്ങനെയോ താഴെ വീണ കഥ, അപ്പം തന്നെ താഴെ വീണ കഥ മാധ്യമങ്ങളിലെല്ലാം വന്നത്, സോഷ്യൽ മീഡിയയിലെല്ലാം വന്നതാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ലൂർദ് മാതാവിന് സുരേഷ് ഗോപിയും കുടുംബവും അവിടെ ചെന്ന് അണിയിച്ച പൊൻകിരീടം, സ്വർണ്ണക്കിരീടം സ്വർണമല്ല, സ്വർണം വെറുതെ പുറത്തുനിന്ന് പൂശിയ ചെമ്പാണെന്നാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു ഇതിനകത്ത്. സുരേഷ് ഗോപി സ്വർണമല്ല ചെമ്പാണെന്നാണ് ഇവിടെ തെളിയുന്നത്. ഇതാരാ പറയുന്നത്? പുറത്തൂടെ പോകുന്ന വഴിപോക്കരല്ല പറയുന്നത്, ലൂർദ് മാതാ പള്ളിയുടെ നടത്തിപ്പുകാരെ പറയുന്നത്, ആ സഭയുടെ, കത്തോലിക്ക സഭയുടെ. അന്ന് ഈ സ്വർണ്ണകിരീടം എന്നാണല്ലോ എല്ലാ വാർത്തയിലും വന്നത്. സുരേഷ് ഗോപി നിഷേധിച്ചില്ലല്ലോ സ്വർണ്ണകിരീടമാണ് ചാർത്തിയത്, അതിൻ്റെ അത് ചെമ്പാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇപ്പൊ ചെമ്പാന്ന് തെളിഞ്ഞത് എങ്ങനെയാണ്? അന്ന് ഈ ലൂർദ് കത്തീഡ്രലാണ്, പള്ളി വെറും പള്ളിയല്ല, വെറും ഇടവക പള്ളിയല്ല. കാരണം വെറും ഇടവക പള്ളിയും കത്തീഡ്രൽ തമ്മിൽ രണ്ട് അർത്ഥവ്യത്യാസമുണ്ട്. കത്തീഡ്രൽ കുറെ കൂടെ വലിയ സ്വയം ഭരണ സംവിധാനമുള്ള ഒരു ദേവാലയത്തെയാണ് കത്തീഡ്രൽ എന്ന് പറയുക, ഇത് കത്തോലിക്ക സഭയുടെ ഒരു ഇത് വെച്ചിട്ട്. അപ്പൊ അവിടെ അന്ന് ഈ കുടുംബസമേതം സുരേഷ് ഗോപി കുടുംബസമേതം പോയിട്ട് ഈ സ്വർണ്ണ കിരീടം, ബ്രാക്കറ്റില് അന്ന് പറയുന്ന സ്വർണ്ണ കിരീടം, അത് ഈ കത്തീഡ്രലിന്റെ നടത്തിപ്പുകാരൻ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലാണത് ആ കർമ്മം നിർവഹിച്ചത്. ഈ കിരീടം മാതാവിന്റെ ശിരസിൽ വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞാൽ ആ ശിരസിന കിരീടം താഴെ വീഴുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പൊ അവരുടെ കമ്മിറ്റി തന്നെ, ഈ പള്ളി കത്തീഡ്രൽ കമ്മിറ്റി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് സ്വർണമല്ല, സ്വർണം പുറമെ പൂശിയ, വളരെ കുറഞ്ഞ അളവിൽ സ്വർണം പുറമെ പൂശിയ ചെമ്പ് കിരീടമാണിതെന്നാണ് ഇപ്പോൾ ഈ പള്ളി കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ എന്ത് നടപടിയെടുക്കണമെന്ന് അവരാലോചിക്കുകയാണ്. കാരണം അവർക്ക് മേൽ ചോദ്യങ്ങൾ വരും മുകളിൽ നിന്ന്, സഭയുടെ മുകളിൽ നിന്ന്. അതിനെന്തുത്തരം അവർ പറയും എന്നുള്ളതാണ് ഇതിൻ്റെ അതേ വിഷയം. പിന്നെ എന്തുകൊണ്ട് ഇത് സുരേഷ് ഗോപി ചെയ്തു എന്നുള്ളത് അന്നേ വിമർശനം വന്നിരുന്നു. അതായത് മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ കൊന്നൊടുക്കുന്ന ആ വംശീയ ഹത്യയ്ക്ക് കേന്ദ്ര സർക്കാർ സർവ്വ ഒത്താശയും ചെയ്തു കൊടുത്ത സമയത്ത് ഇവിടുത്തെ കത്തോലിക്ക സഭ പ്രതികരിച്ചിരുന്നു, പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ്, ന്യൂ ഇയർ, പുതുവർഷ വിരുന്നിന് ഈ ബിഷപ്പുമാരെ എല്ലാം ക്ഷണിച്ചു. അറിയപ്പെടുന്ന ബിഷപ്പുമാരും ക്രിസ്ത്യൻ സഭ നേതാക്കളും പങ്കെടുത്ത അതിൽ ഒരു ബിഷപ്പ് പോലും, ഒരു ക്രിസ്ത്യൻ സഭാ നേതാക്കളും ഒരാൾ പോലും മണിപ്പൂർ പ്രശ്നം പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് ഉന്നയിക്കാൻ തയ്യാറായില്ല. മിണ്ടാണ്ടിരുന്നിട്ട് വിരുന്നും കൊണ്ടിട്ട് അവർ പോകുന്നതിനെ പറ്റി വൻ വിമർശനം വന്നു. ഈ സമയത്ത് ഇതേപ്പറ്റി തൃശ്ശൂർ അതിരൂപതയുടെ, കത്തോലിക്ക സഭയുടെ അതിരൂപതയുടെ മുഖപത്രത്തിൽ മണിപ്പൂർ നിലപാടിൽ മൗനം പാലിക്കുന്നതിനെ കുറിച്ച് വിമർശിച്ച് ലേഖനം എഴുതിയിരുന്നു. അവിടെ സുരേഷ് ഗോപിയെ പറ്റിയും പറഞ്ഞിരുന്നു. മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ക്രിസ്ത്യൻ കത്തോലിക്ക വിഭാഗത്തിൽ അവർ തൃശ്ശൂർ നിർണായകമാണ്, അവിടെ ഒരു ധ്രുവീകരണം വരുന്നു എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി ഈ ചർച്ചിലെ കത്തോലിക്ക സഭയെ സോപ്പിടാനാണ് ഈ പണി ചെയ്തതെന്ന്
വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇപ്പം ഇത് കണ്ടപ്പോൾ. എന്നാൽ പിന്നെ ഒരു മുക്കുബണ്ടം കൊണ്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം പോട്ടെ എന്ന് വിചാരിക്കുന്ന ആ ഒരു മനോഭാവം ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ 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 മോശമാണ്, ഖേദകരമാണെന്നാണ് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളത്. നിങ്ങൾ ലൂർദ് മാതാവിന് ഒരു കിരീടം കൊടുക്കുന്നത് സ്വർണമാണെങ്കിൽ സ്വർണത്തിൽ ചെയ്ത് കൊടുക്കൂ. പുറമേ ഇത്തിരി സ്വർണം ഒന്ന് വീശി അടിച്ചിട്ട് അകത്ത് ചെമ്പാണെങ്കിലേ, നമ്മൾ ശ്രീനിവാസന്റെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയില് തന്നെ വലിപ്പിച്ച കുടുംബത്തിന് 10 പവന്റെ സ്വർണ്ണമാല മറ്റേ കൊലുസ് കൊണ്ട് കൊടുത്തിട്ട് അത് ചെമ്പാണെന്നറിയുന്ന ആ കഥയുണ്ടല്ലോ, അതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പൊന്മുട്ടയുടെ ഇട്ട താറാവിലെ ശ്രീനിവാസന്റെ കഥയിൽ തന്നെ ശ്രീനിവാസൻ ചെയ്ത തട്ടാന്റെ കഥാപാത്രം അതേപോലെ ഒരാളായിട്ട് സുരേഷ് ഗോപി മാറുന്നതിൽ കാണുന്നത് നമുക്ക് സങ്കടമുണ്ട്. നിങ്ങൾ പുറത്തു വന്നിട്ട് പറയണം, ഞാൻ ഇതിൽ സത്യസന്ധനാണ്, ഞാനെ കൊണ്ട് ലൂർദ് മാതാവിന് തൃശ്ശൂർ കൊണ്ട് കൊടുത്തത് സ്വർണ്ണ കിരീടമല്ല, സ്വർണം പൂശിയ ചെമ്പാണ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുക. അപ്പൊ ഇലക്ഷൻ കാലത്ത് ചെയ്തു കൂട്ടുന്ന ഓരോന്നും തിരിച്ച് പാരയാകുന്ന അനുഭവമാണ് സുരേഷ് ഗോപിയുടെ ജാതകമെന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ ഇത് സുരേഷ് ഗോപിക്ക് നാണക്കേടാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരിക്കും, വ്യക്തമാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.